എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് പഠിക്കുക. നാളത്തെയും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇടുന്ന വീഡിയോസ് ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ അതൊക്കെ കാണുക. അതൊക്കെ കണ്ട് നല്ല മാർക്ക് മാത്സിന് USS മാത്സിന് സ്കോർ ചെയ്യാൻ വേണ്ടി കണ്ടു പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്നതാണ് ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമല്ലോ ഏരിയ കണ്ടുപിടിക്കണം. കണ്ടല്ലേ, ഈ പച്ച കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എന്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പച്ച കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്താണ് മക്കളെ? ത്രികോണമാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, സമവാക്യം എല്ലാവർക്കും അറിയാം. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇത് ഹൈറ്റും ഇത് ബേസും. അപ്പോൾ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ കാണാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ സൈഡിൽ കാണാം. ഹൈറ്റ് എത്ര? 6. ബേസ് എത്രയാണെന്ന് ചോദിച്ചാൽ 12. അപ്പോൾ നമുക്ക് സമവാക്യത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 12 ഇൻറ്റു ഹൈറ്റ് എത്ര? 6. അപ്പോൾ ഉത്തരം എന്ത് കിട്ടുന്നുണ്ട്? ഈ 2ഉം ഈ 6 തമ്മിൽ കിട്ടിയ 3 ഇൻറ്റു 12 എത്ര? 36 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് മക്കളെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഇത്ര മാത്രമേ ഉള്ളൂ. ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. സാധാ ത്രികോണം, ഇനി പെർപെൻഡിക്കുലർ വരുന്ന ത്രികോണമെങ്കിലോ ഇങ്ങനെയുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ മട്ട ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സൈഡും അതാണെങ്കിൽ ഈ സൈഡും കൂടെ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ലംബവശങ്ങളുടെ ഗുണനഫലം എന്നോർത്താൽ മതി. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുക്കാം. തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത ഈ ത്രികോണത്തിൻ്റെ ഇത് മുഴുവനായിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് ത്രികോണം ഇരിക്കുന്നത്. ഈ ത്രികോണത്തിൻ്റെ ഈ പച്ച കളർ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ് അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾക്കറിയാമല്ലോ, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത് കണക്ക് ഇവിടെ ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഹൈറ്റ് ഇവിടെയാണ്. അതാണെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ. പക്ഷേ അത് ഏത് ത്രികോണത്തിൻ്റെ അല്ല? ഈ പച്ച ത്രികോണത്തിൻ്റെ അല്ല ബേസും ഹൈറ്റും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ 2 ത്രികോണങ്ങളുടെ ഏരിയ തമ്മിൽ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ആരാ? ഞാൻ പേരൊന്ന് കൊടുത്ത് കാണിക്കാം. AB ഇവിടെ ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഈ പോയിന്റ് ഡി. കണ്ട, ഈ പോയിന്റിനെയാണ് സി എന്ന് വിളിച്ചത്. കണ്ടല്ലോ. അപ്പോൾ സി ഒക്കെ ശ്രദ്ധിക്കണം. ഈ പോയിന്റിനെ സി എന്ന് വിളിച്ചു. അപ്പോൾ ഏരിയ ഓഫ് ഏത്? വലിയ ത്രികോണം. കണ്ട, ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയയിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ഈ ത്രികോണത്തിൻ്റെ ഏരിയ അങ്ങ് കുറച്ചാൽ മതി. ആരുടെ ഏരിയ കിട്ടും? ഈ പച്ച ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ABC. കണ്ടോ, ABC ആണ് വലിയ ത്രികോണം. ABC എന്ന് പറയുന്ന ഈ വലിയ ത്രികോണം ABC അല്ല, ABD ആണ് മക്കളെ. എനിക്ക് തെറ്റിയതാണ്. ABC എന്നല്ല വിളിക്കുന്നത് അതിനെ. ABD എന്ന വലിയ ത്രികോണത്തിൽ നിന്നും ഏരിയ ഓഫ് ആരെ കുറച്ചാൽ മതി? ഈ കുഞ്ഞതെന്ന് പറയുമ്പോൾ ആരാ? CBD കുറച്ചാൽ മതി. ഏത് കുറച്ചാൽ മതി? ട്രയാങ്കിൾ CBD കുറച്ചാൽ മതി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പച്ച ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏരിയ ഓഫ് ABD എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ ത്രികോണം എന്ന് പറയുമ്പോൾ ഇതാണ്. അത് എന്ത് ത്രികോണമാണ്? ABD എന്ന് പറഞ്ഞാൽ നോക്ക്, മട്ട ത്രികോണമാണ്. എന്ത് ത്രികോണമാണ് ഇത്? മട്ട ത്രികോണമല്ലേ ABD എന്ന് പറയുന്നത് മട്ട ത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് ഈ സൈഡും കൂടെ ഗുണിക്കണം. എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു ഇത് മൊത്തത്തിൽ കൂട്ടിയത് എന്ന് പറയുമ്പോൾ എത്ര? 5 3 കൂട്ടി 8 വരും. 8 ഇൻറ്റു 10 ചെയ്യുമ്പോൾ അത് കിട്ടും. അതിൽ നിന്ന് കുറയ്ക്കണം ഹാഫ് ഇൻറ്റു അതെപ്പോഴും ഉള്ളതല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ. ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഹാഫ് എന്തായാലും ഉണ്ട്. ഇനി ട്രയാങ്കിൾ CBD എന്ന് പറഞ്ഞാൽ നോക്ക്,
ബി ഡി. ഇതാ ഈ ത്രികോണം എന്ന് പറയുമ്പോൾ 10 × 5. എന്തുകൊണ്ടാണ് 10 × 5? ഇതാണ്ട് ഇതും ഒരു എന്ത് ത്രികോണമാണ്? മട്ട ത്രികോണമാണ്. ഇവിടെ 90 ഡിഗ്രി ആണ്ടോ? ഈ കൊടുത്തിരിക്കുന്ന സി ബി ഡിയും എന്ത് ത്രികോണമാണ്? മട്ട ത്രികോണമാണ്. അതുകൊണ്ട് 5 × 10 ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 5 × 10 മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ 2ഉം ഈ 10ഉം വെട്ടിയാൽ 5 കിട്ടുമെന്നറിയാം. അതാണെങ്കിൽ ഇവിടുത്തെ 2ഉം ഈ 10ഉം വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 8 × 5 എന്ത് കിട്ടും? 40. 40 മൈനസ് എന്ത് ഇവിടെ ബാക്കി എന്തുണ്ട്? 5 × 5 അല്ലേ ബാക്കിയുള്ളൂ. 5 × 5 എത്ര കിട്ടും? 25. അപ്പോൾ 40 ൽ നിന്ന് 25 കുറച്ചാൽ എന്ത് കിട്ടും മക്കളെ? 25 10 35 5ഉം 40. ആൻസർ 15 ആണ്. എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? 15 cm² എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് ഇന്ന് നമ്മുടെ ചാനലിലുള്ളത്. അപ്പം വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ചേരാത്തവരൊന്ന് ഗ്രൂപ്പിൽ ചേർന്നേക്കുക. നമുക്കതിലേക്ക് മറ്റ് ചോദ്യങ്ങൾ ഉടനെ തന്നെ ഞാൻ ഇട്ട് തുടങ്ങും. എല്ലാവർക്കും ആ ചോദ്യങ്ങളുമൊക്കെ ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ ആ ഗ്രൂപ്പ് വഴി കിട്ടും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പണ്ട് USS പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മാത്സിലെ ചോദ്യമാണ് ഇത് കേട്ടോ. USS മാത്സിന് ചോദിച്ച ചോദ്യമാണ്. അന്ന് ഒരു കുട്ടികളും ചെയ്ത് കാണത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന പാഠവുമായിട്ടൊരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QAയുടെ നീളമാണ്. എന്ന് പറഞ്ഞാൽ ഈ QAയുടെ നീളമായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്ന് വരെ ചെയ്തു പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ USSൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ പാടുണ്ടല്ലേ, ഞാൻ പഠിച്ചതുപോലെ പഠിച്ചാൽ മാത്രം പോലെ ഇച്ചിരിയും കൂടെ ക്വസ്റ്റ്യൻസ് കൂടുതലായി ചെയ്തു പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഈ ചോദ്യം സ്വന്തമായി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? QAയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് QAയുടെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ QAയുടെ നീളം കണ്ടുപിടിക്കുന്ന നല്ല രസമാണ്. ഏരിയ എന്ന് പറയുന്ന പരപ്പളം എന്ന് പറയുന്ന ഈ ഐഡിയ ഉപയോഗിച്ചായിരുന്നു ഈ QAയുടെ നീളം കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. ഇവിടെ ഒരു ത്രികോണമുണ്ട്. PQRൻ്റെ ഏരിയ നമുക്ക് തന്റെ ഏരിയ ഓഫ് എന്ത് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയുന്നു. ഏരിയ ഓഫ് PQR കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ത്രികോണം PQRൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്തുണ്ട് മാർഗം? നോക്ക്, ഈ PQR എന്ന് പറയുന്ന ത്രികോണം എന്ന് പറയുന്ന ഒരു മട്ട ത്രികോണമല്ലേ? 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ത്രികോണമാകുമ്പോൾ ഏരിയ ഓഫ് PQR കണ്ടുപിടിക്കാൻ ആദ്യ മാർഗം 1/2 × 8 × 6 ചെയ്താൽ പോരെ? നിങ്ങൾക്ക് ഉറപ്പല്ലേ? നോക്കെ, ഈ സൈഡും ഈ സൈഡും കൂടെ ഗുണിച്ചാൽ മതി. ഈ ത്രികോണത്തിൻ്റെ എന്താവും? ഏരിയ ആവും. ഓക്കെയാണ്. അപ്പോൾ 1/2 × 8 × 6 എന്ന് പറയുമ്പം ഈ 3 × 2 6. അപ്പോൾ 8 3 24 കിട്ടും. 24 cm² ആണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ. ഇതേപടി വേറെ ഏതെങ്കിലും രീതിയിൽ ഏരിയ ഓഫ് PQR കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. PQR കണ്ടുപിടിക്കാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ? PQRൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ മറ്റു മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നീളത്തിൻ്റെ കൂടെ ഈ നീളം ഗുണിച്ചാൽ പോരെ. അങ്ങനെ ചെയ്താലും ഏരിയ ഓഫ് PQR ആവില്ലേ? ആകും. എന്തുകൊണ്ടാണ്? ഇത് ബേസും ഇതെന്തോന്നാണ്? ഹൈറ്റുമാണ്. കേട്ടല്ല, ഒരു ത്രികോണത്തിൻ്റെ ഇതെന്താണ്? ബേസും, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഹൈറ്റുമാണ്. അങ്ങനെ ഗുണിച്ചാലും നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR കിട്ടും. എന്ന് വെച്ചാൽ 1/2 × 10 × QA ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഏരിയ ഓഫ് PQR ആണ്. അപ്പം നമുക്ക് എഴുതാം 1/2 × 10 × QA എന്തിന് ഈക്വൽ എന്ന് എഴുതാം? 24 ഈക്വൽ എന്ന് എഴുതാം. അത് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ 10ഉം ഇതും കൂടെ ചെയ്താൽ 5 QA. അപ്പോൾ നമുക്ക് എഴുതാം 5 × QA എന്ന് പറയുന്നതും ഏരിയ ആണ്, 24 എന്ന് പറയുന്നതും ഏരിയ ആണ്. അപ്പോൾ QAയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ QAയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 24 / 5 ആകുന്നു. 24 / 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൻ്റെ ഡബിൾ എടുത്തിട്ട് പോയിന്റ് കൊടുത്താൽ മതി. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. 24 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. 5ഉം 4ഉം 20 ആണെന്ന് നമുക്കറിയാം. 4 ബാക്കി വരും. പോയിന്റ് ഇടുമ്പോൾ 40 ആവും, 8 കിട്ടും. അപ്പോൾ ഉത്തരം 40 ഇവിടെ വരും, 0 വരും. അപ്പോൾ ആൻസർ ഈസ് 4.8 എന്ന് കിട്ടും. 4.8 ആണ് QAയുടെ നീളം, അല്ലെങ്കിൽ ഓപ്ഷൻ C ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? PQRൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 2 മാർഗം ഉപയോഗിച്ച് ആ 2 മാർഗത്തെയും കൂടെ തുല്യതയിൽ ഈക്വൽ ടു ഇട്ടു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്തു പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദിച്ച ചോദ്യം, അതാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം. ഇത് പണ്ട് ചോദിച്ച ചോദ്യമാണ്, പഠിച്ചേ പറ്റൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒന്നും സിമ്പിളല്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അടുത്ത ചോദ്യം.
അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് മീൻസ് ഈ പച്ച കളറിലെ ഈ ത്രികോണത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ബേസ് ആകുന്നു, ഇതെന്താകുന്നു, ഹൈറ്റ് ആകുന്നു. ഇത് ഹൈറ്റ് മീൻസ് ഇത് തന്നെയാണ് ഹൈറ്റ്, അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. ദെയർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഹാഫ് ഇൻറ്റു എന്താണ് ബേസ് 20 ആണ്, 20 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 6 ആണ്, 20 ഇൻറ്റു 6. അപ്പോൾ രണ്ടും 20 കൂടെ കട്ട് ചെയ്താൽ 10. അപ്പോൾ ആൻസർ 60 എന്ന ആൻസർ വരും. അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് ഈ ചാനൽ വരുന്ന ചാനലിൽ കാണാനായിട്ട് ഓടി വരണം. നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. എന്നാലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ വീഡിയോ ഇട്ടോ ഇല്ലയോ എന്നല്ലാതെ. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് നോക്കണം വീഡിയോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും യൂട്യൂബിൽ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഓണാക്കി വെച്ചാൽ, ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ നിങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പഠിക്കുക, വേണ്ടുള്ളവർ വന്ന് ഇതെല്ലാം ചെയ്താൽ മതി. പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.